ഒളിമ്പിക്സ് മെഡൽ ജേതാവ് മനു ഭാക്കറിനെ ഖേൽ രത്നയ്ക്ക് ശുപാർശ ചെയ്യാതെ കായിക മന്ത്രാലയം. മനു ഭാക്കർ പുരസ്കാരത്തിന് അപേക്ഷിച്ചിട്ടില്ലെന്നാണ് വിശദീകരണം. എന്നാൽ അപേക്ഷ അയച്ചിരുന്നുവെന്ന് മനുവിന്റെ കുടുംബവുമായി ബന്ധമുള്ളവർ പ്രതികരിച്ചു. വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ബി രാമസുബ്രഹ്മണ്യൻ അധ്യക്ഷനായ 12-അംഗ സമിതിയാണ് ശുപാർശ നൽകിയത്. ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗിനെയും പാരാലിമ്പിക്സ് മെഡൽ ജേതാവ് പ്രവീൺ കുമാറിനെയും ഖേൽ രത്നയ്ക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട്. PR അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, എന്തുകൊണ്ടാണ് ഈ അപേക്ഷിച്ചിട്ടില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് ശുപാർശ ചെയ്യാതിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ. തന്നെ വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ അധ്യക്ഷനായ 12-അംഗ സമിതിയാണ് ഈ ഖേൽ രത്നയും അതുപോലെ തന്നെ അർജുന അവാർഡുമായി ബന്ധപ്പെട്ട ശുപാർശകൾ നൽകുന്നത്. ആ ശുപാർശകളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ ഇത്തരത്തിൽ ഒളിമ്പിക്സിൽ മെഡൽ ജേതാവായ മനു ഭാക്കറിന്റെ പേര് ഇല്ല എന്നതാണ് എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ ഇതിനുവേണ്ടി കാരണമായി പറയുന്നത് മനു ഭാക്കർ ഈ അവാർഡിന് വേണ്ടി അപേക്ഷിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ മനു ഭാക്കറിന്റെ കുടുംബം വ്യക്തമാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ നൽകിയിരുന്നു. എന്തായാലും ആശയക്കുഴപ്പം തുടരുകയാണ്. ഇനി കേന്ദ്ര സർക്കാർ എന്ത് നടപടി സ്വീകരിക്കുമെന്നതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ തവണയും അർജുന അവാർഡുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് താരമായ മുഹമ്മദ് ഷാമിക്ക് പിന്നീട് BCCI ഇടപെട്ടപ്പോഴായിരുന്നു അർജുന അവാർഡ് പിന്നീട് കേന്ദ്ര സർക്കാർ നൽകുവാൻ തയ്യാറായത്. എന്തായാലും ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗിനെയും അതുപോലെ തന്നെ പാരാലിമ്പിക്സ് മെഡൽ ജേതാവായ പ്രവീൺ കുമാറിനെയുമാണ് ഇപ്പോൾ ഖേൽ രത്നയ്ക്ക് ഈ സമിതി ശുപാർശ ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ 30 കായിക താരങ്ങളെ അർജുന അവാർഡിനും ശുപാർശ ചെയ്തു. എന്തായാലും കേന്ദ്ര സർക്കാർ ഇനി മനു ഭാക്കറുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനമെടുക്കുമെന്നതാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ അപേക്ഷ നൽകാതെ തന്നെ ഖേൽ രത്ന മനു ഭാക്കറിന് നൽകണമെന്നൊരു ആവശ്യമാണ് രാജ്യത്തെ കായിക പ്രേമികൾ അടക്കം ആവശ്യം ഉന്നയിക്കുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാർ ഇതിൽ ഉടൻ തന്നെ തീരുമാനമെടുക്കുമെന്നും കരുതുന്നുണ്ട്. തന്നെയാണ്. ശരി.